എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ഷോട്ടിലൂടെ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് പറഞ്ഞതുപോലെ എന്താണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നതിനെ കുറിച്ചിട്ടാണ്. റാസ് ഇതിനെക്കുറിച്ചിട്ടുള്ള പല ഇൻഫർമേഷൻസും നിങ്ങൾക്കറിയാമെങ്കിലും എന്താണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നതാണ് ഇന്നിവിടെ നമ്മൾ തരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കൂടെ നെക്സ്റ്റ് കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ മിഥുൻ സ്കിൽസ് ഫെയർ എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ഈ ഒരു സംരംഭത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെയും അതേപോലെ തന്നെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടുമുള്ള റിക്വസ്റ്റ് ആണ്, നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം? റാസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ സ്റ്റെമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ബ്രെയിനിലേക്ക് എല്ലാ ചിന്തകളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളേക്കും അത് കടത്തിവിടാറില്ല. ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള അനുഭവങ്ങള്, പലതരത്തിലുള്ള വ്യക്തികള്, സാഹചര്യങ്ങള് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ പല വ്യക്തികളെ കാണുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, ഒത്തിരി സാഹചര്യങ്ങളിൽ കൂടെ, ഒത്തിരി അനുഭവങ്ങളിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണോ, നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കൊണ്ടുവരേണ്ടതുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതിനുവേണ്ട എഫേർട്ട് ഇടാൻ നമ്മുടെ സെറിബ്രത്തെ തയ്യാറെടുക്കുകയും ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസിൽ നിന്നും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളെ, നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും എന്തിനെയാണോ അത്യാവശ്യമായി വേണ്ടത്, എന്തിനെയാണോ സ്റ്റോർ ചെയ്യേണ്ടത്, എന്തിനെയാണോ നമ്മുടെ ലൈഫിലേക്ക് എടുക്കേണ്ടത് എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുത്ത് ആ സെൻസറി ഇൻഫർമേഷൻസിനെ നമ്മുടെ ബ്രെയിനിലെ സെറിബ്രം എന്ന പാർട്ടിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ സെൻസറി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകളാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പല ക്ലാസ്സുകളിൽ കൂടെയും പല ടെക്നിക്കുകളിൽ കൂടെയും നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിലേക്കും നമ്മുടെ സ്റ്റുഡൻസിലേക്കും എത്തിക്കുന്നത്. ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, ശക്തമായിട്ടുള്ള വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വിഷൻ ബോർഡ്, വിഷ്വൽ സ്ക്രിപ്റ്റിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ശക്തമായിട്ട് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് ആ ഇൻഫർമേഷൻസിനെ സെറിബ്രത്തിലേക്ക് പാസ് ചെയ്യാനും റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നിങ്ങളെ സഹായിക്കും. അതിനുശേഷം അതിന് വേണ്ട എഫേർട്ട് ഇടാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് പുഷ് ചെയ്യും. നിങ്ങൾ എഫേർട്ടുകൾ ഇടും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യക്തികളും അതിനുവേണ്ട സാഹചര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ സയന്റിഫിക് റീസൺ റാസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൃത്യമായുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാകുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടും കൊടുത്തിരിക്കുന്ന പല ട്രെയിനിങ് മോഡ്യൂൾസിൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുവാനും, നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുകയോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങൾ അറേഞ്ച് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെഷൻസ് വേണമെങ്കിലോ, അതുപോലെ തന്നെ നമ്മുടെ കൗസ്തുഭം, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് കോഴ്സ്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 കോഴ്സുകൾ, വെൽത്ത് മാസ്റ്ററി കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയൊക്കെ നമ്മുടെ ചാനലുമായിട്ട് നമ്മുടെ അഡ്മിനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കാൻ കഴിയുമെന്നത് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസവുമുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ കൂടെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. എല്ലാവർക്കും ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നല്ല നല്ല സെക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. കീപ് വാച്ചിങ് മിഥുൻ സ്കിൽസ് ഫെയർ.